ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടംമാത്രം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ ആദ്യനെ കാണാൻ വരുമ്പോഴേക്കും ആദ്യം ആട്ടി ഓടിക്കുകയാണ് രചനക്ക്. അത് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. വീട്ടിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രചന. അതേസമയം ആകാശാണെങ്കിലോ ആകാശിൻ്റെ അടുത്തേക്ക് വീണ്ടും സുമിയുടെ അമ്മാവും വരികയാണ്. സുമീനെ കുറിച്ച് ഒരു വിവരമില്ല, അവളുടെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ ആകാശിന് ഡൗട്ട് തോന്നണം, ഈ കിളവൻ എന്തെങ്കിലും അറിയാതിരിക്കോ? ഒരു കാര്യം ചെയ്യാം, സുമീനെ കുഴിച്ചിട്ടെടുത്ത് ഒന്നുകൂടി പോയി വെള്ളത്തിൽ കുഴിച്ചിട്ടെടുത്ത് ഒന്നുകൂടി പോയി നോക്കിയാലോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ അടിച്ചിട്ട് നമ്മുടെ ആകാശാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ. സുമീനെ ആ ഒരു കല്ല് കെട്ടി വെള്ളത്തിലേക്ക് താഴ്ത്തിയില്ലേ, അവിടേക്ക് പോവാണ്. അവിടേക്ക് പോയിട്ടൊന്ന് ശരിക്കും നോക്കുന്നുണ്ട്. ഭാഗ്യം, ശവം ഇതുവരെ പൊങ്ങിയിട്ടില്ല. ഇപ്പൊ ഏകദേശം ഒരാഴ്ച ആവാനായി, അഴുകി തീർന്നിട്ടുണ്ടാകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കുപ്പി ബിയറും അടിച്ചിട്ട് ആകാശ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മുടെ സുജി അവിടെ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി വരുവാട്ടോ. ആ സമയത്ത് സുജിയുടെ സ്കൂട്ടിയും ആകാശിന്റെ ആ ഒരു കാറും വണ്ടി തമ്മിൽ ആക്സിഡന്റ് ആകാൻ വേണ്ടി പോകുമ്പോഴേക്കും വേഗം തന്നെ സുജി വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്. എടോ, താൻ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണത്? റോങ് സൈഡ് ആണോ കയറി വരുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശ് പറയണ, ഹാ ഇതാര്, ഇത് സുജി വക്കീലല്ലേ? എന്നെ മനസ്സിലായാവോ? ഞാനാണ് ആകാശ് മേനോൻ. ആ മനസ്സിലായി. താനെന്താ ഇവിടെ? ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും പൊതുവെ വരാത്തൊരു സ്ഥലമാണല്ലോ. സുജി വക്കീൽ എന്തിനാ വന്നത്? അതുപോലെ തന്നെ ഞാനും എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. താൻ കുടിച്ചിട്ടുണ്ടോടോ എന്ന് സുജി ചോദിക്കുമ്പോഴേക്കും ആകാശ് പറയണ്ട്, അയ്യോ അത് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാനിപ്പോ കുടിച്ചാലും ഇല്ലെങ്കിലും സുജി വക്കീലിന് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ആകാശിനെ തോന്നുവാണ്, ഇവളെ അധികം അങ്ങോട്ട് അടുപ്പിക്കണ്ട, പിന്നെ ഞാനിവിടെ വന്നതൊക്കെ അവളെ അന്വേഷിച്ചാലോ, അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് നൈസായിട്ട് പോകുവാട്ടോ. ആകാശ് പോയിക്കുമ്പോഴേക്കും സുജി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അയാൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇവിടെ വരേണ്ട ഒരു കാര്യം അയാൾക്കില്ല. ഇവിടെ തൊട്ടപ്പുറത്ത് എന്താ ഉള്ളതെന്ന് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുജി സ്കൂട്ടിയായിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയി നോക്കുമ്പോഴേക്കും അവിടെ ആ ഒരു വെള്ളക്കെട്ട് കാണാണ്. ആകാശ് വലിച്ചെറിഞ്ഞ കുപ്പികളും അവിടെ കിടക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ അയാൾ ഇവിടെയാണ് വന്നത്. ഇയാൾ എന്തിനാണ് ഇവിടെ വരുന്നത്? അത് രഹസ്യമായിട്ട് അതറിയണമല്ലോ എന്നൊക്കെ സുജി ഇങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളെ സുജി ഈ കാര്യം നമ്മുടെ മഹേഷിനോട് പറയണ്ട്. ആകാശിനെ ഒരു സംശയത്തിന്റെ ഒരു രീതിയിൽ ഞാനൊരു സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു എന്ന് സുജി പറയാണ്. മഹേഷ് ചോദിക്കണ്ടേ, എവിടെ വെച്ചിട്ടാ സുജി വക്കീലെ കണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും അത് കുറച്ച് ദൂരെയാണ്, ഒരു വെള്ളക്കെട്ടിന്റെ അവിടെ ആകാശം മദ്യപിച്ചുകൊണ്ട് നിന്നിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഞാൻ കണ്ടത്. എനിക്ക് അവിടെ ഒരു ക്ലൈന്റിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ പൊതുവെ വീടും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു വശപശ പിടിച്ച സ്ഥലമാണ് എന്നൊക്കെ പറയാണ്. സുജി എന്താ പറഞ്ഞത്? വെള്ളക്കെട്ടിന്റെ അവിടെയോ? അതെ. അപ്പോഴാണ് ആദ്യം അന്ന് പറഞ്ഞ കാര്യം നമ്മുടെ മഹേഷിന്റെ മനസ്സിലൂടെ ഓടുന്ന കേട്ടോ. ഈ ആകാശം ഏതൊരു വെള്ളക്കെട്ടിന്റെ അവിടെ പോയിട്ട് എന്തോ ഒരു ഭാരമുള്ള സാധനം നിലത്തേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞത് ആലോചിക്കുകയാണ്. സുജി എടുത്ത് മഹേഷ് ചോദിക്കണ്ട്, ആ സ്ഥലം എവിടെയാണെന്നാ പറഞ്ഞത്? ഇന്ന സ്ഥലത്താന്ന് പറയാണ്. മഹേഷ് അപ്പോൾ തന്നെ അവിടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് സുജി എടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, സുമി, അതായത് സുമിത. രചനയുടെ എന്റെ കൂടെയൊക്കെ പഠിച്ചതാണ്. ആള് ആകാശിന്റെ വീട്ടിലായിരുന്നു. പെട്ടെന്ന് ആളൊരു ദിവസം അപ്രത്യക്ഷമായി. അന്ന് ആളെ കാണാതായ ദിവസം ആദ്യം കണ്ടതാണ് ആകാശം എന്തോ ഒരു ഭാരമുള്ള സാധനം വണ്ടിയിൽ കയറ്റി ഇവിടെ വെള്ളത്തിൽ എവിടെയോ കൊണ്ടുപോയിടുന്നത്. പക്ഷെ അവൻ എവിടെ കറക്റ്റ് സ്ഥലം മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, അപ്പോ സുജി പറഞ്ഞ സ്ഥലവും അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ സ്ഥലവും ഒന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വെള്ളക്കെട്ടിന്റെ അവിടെ അവൻ എന്തോ ഒരു സാധനം വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അതെന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ മഹേഷേ എന്ന് സുജി പറയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ മഹേഷ് പറയണ്ട, ഒരു കാര്യം ചെയ്യാം, സുമിയുടെ ഒരു മാമൻ സുജീനെ കാണാൻ വന്നു പറഞ്ഞില്ലേ, വന്നിരുന്നു, അയാളെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കാൻ പറയോ പോലീസ് സ്റ്റേഷനിലേക്ക്. അതിനുശേഷം നമുക്ക് തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ വെള്ളത്തിന്റെ സ്ഥലത്തേക്ക് ആകാശ് വന്നിരുന്നു എന്നൊക്കെ പറയാം. അപ്പൊ അവർ അന്വേഷിക്കുമല്ലോ. ശരി, എന്ന് അങ്ങനെ ചെയ്യാം എന്ന് സുജി പറയാണ്. അങ്ങനെ സുജി നമ്മുടെ സുമിയുടെ അമ്മാവനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ഒരു കേസും കൊടുപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സുജിയാണ് ആ കേസ് തെളിയിക്കാൻ വേണ്ടി നടക്കുന്നത് കേട്ടോ. അതിന്റെ ഫുൾ ചെലവും ചെയ്യേണ്ടത് മഹേഷാണ്. അങ്ങനെയാണ് ആ വെള്ളക്കെട്ടിനടുത്തേക്ക് നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ വരുവാണ്. സുമീനെ കൊന്നത് നമ്മുടെ ആകാശാണെന്നുള്ള കാര്യം എന്തായാലും തെളിയും കേട്ടോ. അടുത്ത 17-ാം തീയതിയാണ് ഇതിന്റെ ക്ലൈമാക്സ്, അതായത് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ കേസ് തെളിയുന്ന കാര്യത്തിൽ 100% ഷുവറാണ്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ പ്രൊമോയിൽ വേറെ കാണിക്കണത് വേറൊന്നുമല്ല, നമ്മുടെ ഇഷിതയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. അതായത്
മഞ്ജുമ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് തൊട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അവസാനം തൊട്ടിലേക്ക് കിടക്കാൻ വേണ്ടി കുട്ടിയില്ലാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് ആലോചിച്ചിട്ട് നമ്മുടെ ഇഷിതയാണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ചിപ്പി വരുന്നുണ്ട്. അമ്മേ, അമ്മ എന്തിനാ അമ്മേ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ എന്ന് പറയണം. പറയമ്മേ, എന്തിനാ കരയണത്? ഇഷിത പൊട്ടിക്കാരനോട് പറയുന്നുണ്ട്, അമ്മയും അച്ഛനും കൂടി ഒരു തൊട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. ആ തൊട്ടിൽ കണ്ടപ്പോൾ മഞ്ജുമ്മ ചേച്ചി പറയാണ്, തൊട്ടിൽ പ്രസവത്തിന് മുമ്പേ വാങ്ങിക്കാൻ പാടില്ല, ചിലപ്പോൾ കുഞ്ഞ് ആ തൊട്ടിലേക്ക് കിടക്കാൻ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയാം. എനിക്കത് കേട്ടപ്പോൾ വിഷമമായി മോളെ എന്ന് പറയണം. അത് കേട്ട് ചിപ്പിയും പൊട്ടിക്കരയാട്ടോ. എൻ്റെ അമ്മേനെ കരയിപ്പിച്ചവരെ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ അമ്മേനെ കരയിപ്പിച്ചവരെ ഞാൻ നല്ല ശിക്ഷ കൊടുക്കും, ഞാൻ ചോദിക്കും എന്നൊക്കെ പറയാണ്. വേണ്ട മോളെ, മോള് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എൻ്റെ അമ്മ കാരണം എനിക്കും വിഷമമാകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി വേഗം റൂമിൽ പോയിട്ട് പൊട്ടിക്കരയാട്ടോ. അവിടേക്ക് ആദ്യം വരുന്നുണ്ട്. ആഹാ, ചിപ്പി എന്താ റൂമിൽ തന്നെ ഇരിക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിപ്പി കരയാട്ടോ. ആദ്യം ചോദിക്കേണ്ടത്, എന്താ ചിപ്പി മോളെ, എന്തിനാ ചിപ്പി മോള് കരയുന്നത്? അത് മഞ്ജുമാപ്പ നമ്മുടെ അമ്മയടുത്ത് ഒരു അനാവശ്യം പറഞ്ഞു ആദ്യമായിട്ടാ. എന്താ പറഞ്ഞത്? ഇഷിതാമ്മടുത്ത് എന്താ പറഞ്ഞത്, പറ ചിപ്പി. അത് നമ്മുടെ മാഷപ്പനും പ്രിയാമണി അമ്മമ്മയും കൂടിയിട്ട് ഒരു തൊട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ തൊട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ മഞ്ജുമാപ്പ നമ്മുടെ അമ്മയടുത്ത് പറയാണ്, ആ തൊട്ടിൽ കിടക്കാൻ വേണ്ടി കുഞ്ഞുണ്ടാവില്ലെന്ന്. ഓഹോ, അവരങ്ങനെ ആയോ? എനിക്കിത് ചോദിച്ചേ പറ്റൂ. വേണ്ട, ചോദിക്കണ്ട ചോദിക്കണ്ട എന്ന് പറയാണ് ചിപ്പി. ചോദിക്കും, ഞാൻ ചോദിക്കും. അവരെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇഷിതാമ്മനെ കരയിപ്പിച്ചിട്ട് അവരങ്ങനെ വലിയ ആളാവണ്ട. നിനക്കൊക്കെ അവരെ പേടിയായിരിക്കും, പക്ഷെ എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആ മഞ്ജുമേനെ ഇവിടെ നിന്ന് ചവിട്ടി ഞാൻ പുറത്താക്കും. എനിക്കവരെ കാണുന്നത് ദേഷ്യമാണ്. മമ്മിയുടെ തനി രൂപം അവര്. എന്തായാലും ഇഷിതാമ്മനെ കരയിപ്പിച്ച് അവരിവിടെ നിൽക്കണ്ട. ഈ ഡാഡി എന്തിനാ അവരിവിടെ നിർത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവരൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം വാതിൽ തള്ളി തുറക്കാണ് മഞ്ജുമേട. മഞ്ജുമ ആ സമയത്ത് നമ്മുടെ അജിത്തായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കാൻ കേട്ടോ. എടാ, നീ എന്തിനാണ് ചേർക്ക ഈ വാതിൽ തള്ളി തുറന്നത്? നിനക്കൊരു മാനേഴ്സ് ഇല്ലേടാ? അതെ, നിങ്ങൾ എൻ്റെ ഇഷിതാമ്മനെ കരയിപ്പിച്ചോ? ആ അതെ, കരയിപ്പിച്ചു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങ്, ഇറങ്ങി വിടന്ന് എന്ന് പറയാണ്. ആഹാ, കൊള്ളാലോ, നിന്റെ അച്ഛൻ അതായത് മഹേഷ് ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ടില്ല, എന്നിട്ടാണോ ഇത്തിരി പോകുന്നത്? നീ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയണത്? അതെ, എൻ്റെ അമ്മക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും. എന്ത് കംപ്ലൈന്റ്? എൻ്റെ അമ്മേനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കും. ഓഹോ, കൊള്ളാരുടെ നീ. നിനക്ക് രജനിയുടെ മഹേഷിന്റെ ബുദ്ധി ഒരുമിച്ച് കിട്ടിയവനാ. എനിക്ക് നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് ചവിട്ടി പുറത്താക്കും. ഓഹോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടാടാ? എന്നാ നീ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കടാ. നിന്റെ ഡാഡി ഇവിടെ വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട് നിന്നെ ഇങ്ങനെയാണോ വളർത്തി വലുതാക്കണേന്ന്. നിങ്ങൾ ഡാഡി വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പുറത്താക്കേണ്ട ആവശ്യമില്ല. ഡാഡി തന്നെ നിങ്ങളെ ചവിട്ടി പുറത്താക്കും. അങ്ങനെയാണെങ്കിലേ ചവിട്ടി പുറത്താക്കടാ, ഞാൻ കാണട്ടെ. എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോവല്ലേ, മര്യാദയ്ക്ക് പോകുന്നുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് മഞ്ജുമയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാട്ടോ. ആ മൊബൈൽ ഫോണും എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അപ്പൊ മൊബൈലിൽ ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ ആജിത്തിന്റെ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ടോ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ചുറ്റിക്കളി ഉണ്ടല്ലേ, എന്നിട്ടാണ് രക്ഷിതാമിനെ കുറ്റം പറയാൻ വന്നേല്ലേ, നാണം കെട്ടവളെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ പഠിച്ച് ആദ്യം തന്നെ പുറത്താക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 2 ദിവസമായിട്ട് എപ്പിസോഡ് ഇടാൻ പറ്റിയിട്ടില്ല, നാളെ മുതൽ ഇടാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.